2025 തുടങ്ങിയിട്ട് മാർച്ചും ഓൾമോസ്റ്റ് എൻഡാവാറായി. എന്നാലും സാരമില്ല, ഒരു കലണ്ടറൊക്കെ ആവും. സമയമൊക്കെ എന്ത് പെട്ടെന്നാ ഇപ്പൊ പോകുന്നത്. ഒരു ദിവസം 24 മണിക്കൂർ ഇല്ലേ എന്ന് വരെ എനിക്കിപ്പോ സംശയമുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് കലണ്ടർ. അതിന് വേണ്ടിയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ പേപ്പർ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഈ ചെറിയ പേപ്പറിൽ ഡേറ്റ് എഴുതാനും വലിയ പേപ്പറിൽ മന്ത് എഴുതാൻ വേണ്ടിയിട്ടുമാണ്. അപ്പൊ ഈ ചെറിയ സെറ്റ് ഓഫ് പേപ്പർ നമുക്കൊരു 20 എണ്ണം വേണം. പിന്നെ വലുത് അറിയാമല്ലോ, 12 മാസം 12 പേപ്പർ. എന്നിട്ട് ഇഷ്ടമുള്ള രീതിയിൽ പേപ്പർ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ പച്ച കൊടുക്കുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായോ? ആ സൈഡിലോട്ടൊന്ന് നോക്കൂ, പച്ച കളർ ഭിത്തി. അപ്പൊ എന്റെ ഒരു വോള് പച്ചയാണ്. അപ്പൊ അതിന് മാച്ചായിട്ടാണ് ഞാനിതെല്ലാം പച്ചയാക്കിയിരിക്കുന്നത്. അതായത് ഇതാണ് എന്റെ റൂം. പക്ഷെ ഈ റൂം നിങ്ങൾക്ക് ചുരുക്കം ചില വീഡിയോസിൽ മാത്രമേ കാണാൻ പറ്റൂ. നല്ലൊരു റൂമും എസ്തെറ്റിക് ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഉണ്ടെങ്കിലും ഇവിടെ ഇരുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റാത്ത ഒരു ഹതഭാഗിയാണ് ഞാൻ. പേപ്പറിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി വേണ്ടത് ഒരു ഫോം ബോർഡോ കാർഡ് ബോർഡോ ആണ്. അതൊന്ന് വെട്ടിയെടുത്തിട്ട് ഇഷ്ടമുള്ള രീതിയിൽ അതൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഞാൻ എന്റെ ഫോം ബോർഡ് ഒന്ന് പെയിന്റ് അടിച്ചെടുത്തായിരുന്നു. കാരണം കുറച്ച് ചെളി പറ്റിയ ഫോം ബോർഡായിരുന്നു എനിക്ക് കിട്ടിയത്. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ, മടി പിടിച്ചിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റിയ ഡിസൈൻ ഗ്രിഡ് ലൈൻസ് തന്നെ, അതിലൊരു സംശയമില്ല. പിന്നെ ഇതുപോലെ 3 ക്ലിപ്പ് എടുത്തിട്ട് ഈ കാണുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ 2025 കലണ്ടർ ആണല്ലോ, അത് അറിയിക്കാൻ വേണ്ടിയിട്ട് 2025 കൂടി ഒന്ന് എഴുതി കൊടുക്കുക. പിന്നെ ഈ കലണ്ടറിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. 2025 മാറ്റി ഏത് വർഷം വേണമെങ്കിലും നിങ്ങൾക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കലണ്ടറാണിത്. അപ്പൊ വേറെയും കലണ്ടർ ഐഡിയാസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട, എല്ലാം ചെയ്തോളാം.